ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബത്തിൽ മേടമാസത്തിലെ തിരുചതയം മുതൽ സമാരംഭം കുറിച്ച 100 ദിന പൂജാ സമർപ്പണത്തിൽ ശിവകുടുംബകം സീസൺ 2 കോലതിരേശസ്തവം ശ്ലോകം 8 എനിക്കിന്ന് മനനം ചെയ്യാനായി ഭഗവാന്റെ കൃപയാൽ ലഭിച്ചിരിക്കുന്നത്. ജ്ഞാനവല്ലരികൾ ആലപിച്ചതിന് ശേഷം അതിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. ചാപല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ പൊറുത്തൻ താപങ്ങളൊഴിച്ചാളണമെന്നല്ലിനി നിത്യം. പാപാപഹമാം നിൻപദമോർക്കായി വരണം മേ കോലത്തുകരക്കൂവിലിൽ വാഴും ഭഗവാനേ. കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ, കൊലത്തു ക്ഷേത്രത്തിൽ വാണരുളുന്ന ഭഗവാനെ, ചാപല്യവശാൽ ചെയ്തൊരു, വെറും ചാപല്യം കൊണ്ട് മാത്രം ചെയ്തു പോയ പാപങ്ങൾ പൊറുത്ത്, പാപങ്ങളൊക്കെ പൊറുത്ത് എൻ താപങ്ങൾ, എൻ്റെ ദുഃഖങ്ങളൊക്കെ ഒഴിച്ചാളണം, എൻ്റെ ദുഃഖങ്ങളൊക്കെ ഒഴിവാക്കി രക്ഷിക്കണമേ എന്നല്ലിനി, എന്നു മാത്രമല്ല ഇനി പാപാപഹമാം. പാപാപഹമാം എന്നതിൻ്റെ അർത്ഥം പാപങ്ങളൊക്കെ ഹനിക്കുന്നതിനും കരുത്തുള്ള നിൻപദം, നിന്റെ കാൽ, നിത്യം, നിത്യവും ഓർക്കായി വരണമേ, ഞാൻ ഓർക്കാനും ഇടയാകണമേ. പദം പിരിച്ചുള്ള അർത്ഥമാണ് നാം ഇപ്പോൾ മനനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. കോലത്തുകര ക്ഷേത്രത്തിൽ വാണരുളുന്ന ഭഗവാനെ, വെറും ചാപല്യം കൊണ്ട് മാത്രം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പൊറുത്ത് എൻ്റെ താപങ്ങളൊക്കെ അഥവാ ദുഃഖങ്ങളൊക്കെ ഒഴിവാക്കി നീ രക്ഷിക്കണമേ എന്നു മാത്രമല്ല, പാപങ്ങളൊക്കെ നീ ഹനിക്കുന്നതിന് കരുത്തുള്ള നിന്റെ കാൽ, നിഹനിക്കുന്നതിന് കരുത്തുള്ള ഭഗവാന്റെ കാൽ അഥവാ നിന്നെ സൂചിപ്പിക്കുന്ന വാക്ക് നിത്യവും ഞാൻ ഓർക്കാനും ഇടയാകണമേ. ഇവിടെ ചാപല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ എന്ന് പറഞ്ഞാൽ, ഭഗവാനെ നിനക്കറിയാമല്ലോ ഞാനൊരു ഗൃഹസ്ഥനാണെന്ന്. ഞാൻ ഈ സ്തുതിയിൽ ഇതുവരെ നിന്നോട് ആവശ്യപ്പെട്ടതെല്ലാം എല്ലാ ഗൃഹസ്ഥന്മാരും അഭിലഷിക്കാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും അതിനൊക്കെ നീയാകുന്ന പരമതത്വത്തിനോട് ചേർത്ത് വെച്ചു കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. സത്യത്തിനു നിരക്കത്തക്കവണ്ണം ജീവിക്കണമെന്ന് എനിക്ക് അത്യധികം ആഗ്രഹമുണ്ട്. പക്ഷേ എപ്പോഴും അത് നടക്കാറില്ല. ലൗകിക ജീവിതത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു ഗൃഹസ്ഥന് സഹജമായ ഒരു ചാപല്യം എന്നവണ്ണം അത് ഒഴിവാക്കാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രതിവിധിയേ കാണുന്നുള്ളൂ. നീ അതൊക്കെ പുറത്ത് തരണമെന്നുള്ളത് മാത്രമാണ് ആ ഒരേ ഒരു പോംവഴി. നിന്റെ ഇച്ഛയ്ക്ക് ഒത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ പാപം ഉണ്ടാവുകയില്ലെന്നും ഞങ്ങളുടെ ഇച്ഛയ്ക്കൊത്ത് ജീവിക്കുന്നതാണ് പാപകരമെന്നും അറിയാം. പക്ഷേ നിന്റെ ഇച്ഛ എന്താണെന്ന് തീരുമാനിക്കാൻ എന്താണ് വഴി? അതാർക്കും അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ നിനക്ക് തന്നെ അതറിയാമോ? അത്രയ്ക്ക് ചപലമാണ് നീ ഈ പ്രപഞ്ചഗതിയെ തിരിച്ചുവിടുന്ന ഓരോ രീതികളും. അതിൻ്റെ ഭാഗമായി നാം എല്ലാവരും അല്ലെങ്കിൽ ഞങ്ങളും ജീവിക്കുന്നു. അങ്ങനെയുള്ള ഞങ്ങൾ ചാപല്യങ്ങൾ കാണിക്കുന്നതിൽ അത്ഭുതമൊന്നും പറയാനില്ല. പക്ഷേ അത് പാപകരമായി തീരുന്നത് ഇത് ഞാൻ ചെയ്യുന്നതാണ് എന്ന കർത്തൃത്വ ബോധത്തോടുകൂടി ഓരോന്നും ചെയ്യുമ്പോഴാണ്. കർത്താവ് ഞാനല്ല നീയാണ് എന്നറിയുമ്പോൾ ചാപല്യവും നിന്റേതായി തീരുന്നു. പാപകർമ്മമേത് പുണ്യകർമ്മമേത് എന്ന് ഞങ്ങൾ ഒരു വക തിരിവ് നടത്തി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതനുസരിച്ച് ജീവിക്കാൻ ഇവിടെ ആർക്കും സാധിക്കാറില്ല. പാപം ചെയ്യരുതെന്ന് എത്ര വിചാരിച്ചാലും
അവശന്മാരെ പോലെ പാപം ചെയ്തു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് കാണുന്നതാണ്. ഇത് വേണമെന്ന് വെച്ച് ആരും ചെയ്യുന്നതല്ല, മറ്റു പോംവഴി ഇല്ലാത്തത് കൊണ്ട് ചെയ്തു പോകുന്നതാണ് എന്ന് നിന്നോട് പറഞ്ഞിട്ട് ചെയ്താൽ ഈ പാപങ്ങളെ നീ പുറത്തേക്കും. പക്ഷേ ഇതൊക്കെ പാപമായിരിക്കുന്നത് ഞങ്ങളുടെ കണ്ണിലാണ്. നിന്റെ കണ്ണിൽ അത് പാപമാണോ എന്ന് ഒരു തീർച്ചയുമില്ല. നിന്റെ ഇച്ഛയും പാപപുണ്യ സങ്കല്പങ്ങളുമൊക്കെ അജ്ഞാതമായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ സാധിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. എന്താണത്? ഞങ്ങളുടെ ഇച്ഛയെയും പാപപുണ്യ സങ്കല്പങ്ങളെയും മാറ്റി വെച്ചിട്ട് അനിവാര്യമായി വന്നു ചേരുന്ന കാര്യങ്ങൾ ഇതെൻ്റെ കർമ്മമാണ്, ഇതിൻ്റെ ഫലവും എനിക്കുള്ളതാണ് എന്ന വിചാരമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക. അഥവാ ഞാനാകുന്ന ഉപകരണത്തെ അത് കൊണ്ട് അല്ലെങ്കിൽ ആ ഉപകരണത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് നീയാണ് എന്നറിഞ്ഞുകൊണ്ട് ആ നിയതമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴോ അതില് പാപം അവശേഷം ഉണ്ടായിരിക്കുകയില്ല. അഥവാ എല്ലാ പാപങ്ങളും ഭഗവാനാകുന്ന നീ പുറത്താളും. ഞങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ചുള്ള പാപം ചെയ്യാത്ത ആരാണുള്ളത്? മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമൻ പോലും ബാലിയെ ഉളിയം പെയ്ത് കൊന്നില്ലേ? മഹാഭാരത യുദ്ധത്തിൽ ചതി കാണിക്കാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അർജുനനെയും ഭീമനെയും പ്രേരിപ്പിച്ചില്ലേ? ധർമ്മപുത്രരെ കൊണ്ട് കള്ളം പറയിച്ചില്ലേ? ലോക സംഗ്രഹത്തിന് മറ്റൊരു വഴിയില്ല എന്നത് മാത്രമായിരിക്കും ഇതിനൊക്കെയുള്ള ഒരേ ഒരു മറുപടി. ഞാനും മറ്റു പോംവഴി ഇല്ലാത്തത് കൊണ്ട് മാത്രം ചെയ്തു പോകുന്ന തെറ്റുകൾ നിന്റെ നിയോഗം കൊണ്ടാണിത് ചെയ്തു പോകുന്നത് എന്ന ബോധ്യത്തോടു കൂടി ചെയ്യാനിടയായാൽ എനിക്ക് പാപബോധം ഉണ്ടാവുകയില്ല. എനിക്ക് പാപബോധമില്ലാത്ത അവസ്ഥ തന്നെയാണല്ലോ നിന്റെ ഈ പുറത്താളൽ. അടുത്തതായിട്ട് നമുക്ക് താപങ്ങൾ ഒഴിച്ച് എന്നതിൻ്റെ ആ ഒരു വിശദീകരണം നോക്കാം. ആ വാക്ക് ഗുരുദേവൻ എന്താണ് ആ വാക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു തെറ്റു ചെയ്തു പോയാൽ അതിനെപ്പറ്റിയുള്ള കുറ്റബോധം എൻ്റെ ഉള്ളിൽ തീ പോലെ കുമറിയെരിയും. അത് എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു തെറ്റ് ചെയ്യാനിടയാകും. അത് പുതിയൊരു കുറ്റബോധം ഉണ്ടാകും. ഈ തീ വലുതായി വലുതായി ജീവിതത്തെ മുഴുവൻ ഒരു തീ കുണ്ടമാക്കി തന്നെ തീർക്കും. അതിനേക്കാൾ വലിയ ദുഃഖം എന്തുണ്ട്? ഈ താപങ്ങളിൽ നിന്നാണ് എനിക്ക് രക്ഷ വേണ്ടത്. പാപാപഹമാം നിൻ പദം, എന്നാൽ സർവാശ്രയമായിരിക്കുന്ന നിന്റെ ക്രിയാത്മകതയാണ് എന്നിലും കർമ്മങ്ങളുള്ള രൂപത്തിൽ പ്രവർത്തിക്കുന്നതെന്നറിയുമ്പോൾ കർമ്മങ്ങളുള്ളത് നിനക്കാണ്, എനിക്കല്ല എന്ന് ബോധ്യപ്പെടും. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ ഓർക്കുന്നത് അത് ചെയ്തുകൊണ്ടുണ്ടാകുന്ന പ്രയോജനത്തെ പറ്റി ആയിരിക്കുകയില്ല, മറിച്ച് നിന്നെ പറ്റിയായിരിക്കും. അങ്ങനെ നിന്നെ ഓർക്കാൻ ഇടയാകുമ്പോൾ എനിക്കുണ്ടാകുന്ന നേട്ടങ്ങളാൽ പ്രേരിതനായിട്ട് ഞാനൊന്നും ചെയ്യുകയുമില്ല, മറിച്ച് ചെയ്യാതെ നിവർത്തിയില്ല എന്ന തരത്തിൽ വന്നു ചേരുന്നതിനെ മാത്രം ചെയ്തുകൊണ്ടിരിക്കും. അതും ഇത് എൻ്റെ കർമ്മമല്ല എന്ന ധാരണയോടുകൂടി നിന്റെ പരമമായ പദം വിരിഞ്ഞു വിലസുന്നത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും. ഞാനടക്കം സകലതും ഞാനും എൻ്റെ കർമ്മങ്ങളും എന്നറിഞ്ഞുകൊണ്ട് ഞാൻ ജീവിച്ചാൽ ഞാൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി തീരും. പാപങ്ങളെയെല്ലാം ഹനിക്കുന്ന നിന്റെ പദം സർവാതീതവും സർവാശ്രയവുമായിരിക്കുന്ന നിന്റെ പദവിയായിരിക്കുന്നത് പോലെ നിന്റെ പാദവുമാണ്. സർവാതീതമായ പദമെന്ന് ചിന്തിക്കുമ്പോൾ സകലത്തിനു മുകളിൽ വർത്തിക്കുന്നതാണത് എന്ന തോന്നലുണ്ടാകുന്നു. എന്നാൽ നിന്റെ പാദം എന്ന് കരുതുമ്പോൾ സകലത്തിനും ആശ്രയമായി ഏറ്റവും താഴെ ഇരിക്കുന്നതായും തോന്നുന്നു. അങ്ങനെ കാണുമ്പോൾ നീ സത്വസ്തുവാണ്. ഏറ്റവും മുകളിൽ വർത്തിക്കുന്നതായി നിന്നെ കണ്ടെത്തുമ്പോൾ നീ പരമാനന്ദ സ്വരൂപനാണ്. വാസ്തവത്തിൽ സച്ചിദാനന്ദ സ്വരൂപനാണ് നീ. അടിയെന്നും മുടിയെന്നുമുള്ള ഭേദമില്ലാതെ നീ എങ്ങും നിറഞ്ഞിരിക്കുന്നു. അഥവാ അടിയായും മുടിയായും തീർന്നിരിക്കുന്നത് നീ തന്നെയാണ്. ത്രികാലങ്ങളായിരിക്കുന്നതും ത്രികാലാതീതനായ നീ തന്നെയാണല്ലോ. അഥവാ അക്ഷരനായ നീ തന്നെയാണ് ഇതെല്ലാമായി തീർന്നിരിക്കുന്നത്. അങ്ങനെയുള്ള അക്ഷരനായ നിന്നെ ഭാഷയിൽ വ്യഞ്ജിപ്പിക്കുന്ന ഏകാക്ഷരമാണല്ലോ ഓം. അത് നിന്റെ വാചകമാണ്. അപ്പോൾ ഓം എന്ന പദം അല്ലെങ്കിൽ ആ വാക്ക്
നിൻ പദം തന്നെയാണ്. ഓങ്കാരത്തെ സദാ ഓർത്തുകൊണ്ടിരിക്കാനിടയായാൽ പാപപുണ്യങ്ങൾക്കൊന്നും ജീവിതത്തിൽ സ്ഥാനമുണ്ടാവുകയില്ല. അതിനെ ഒന്നുകൂടി വിപുലമാക്കിയാൽ ഓം നമഃശിവായ എന്നായി. ഈ പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം ജപിക്കാനും അതിൻ്റെ പൊരുൾ ധ്യാനിക്കാനും ഇടയായാൽ അതുതന്നെയാണ് സകല പാപങ്ങളെയും നിഹനിക്കുന്ന ഒറ്റമൂലി. കോലദിരേശസ്തവം 8-ാം ശ്ലോകത്തിൻ്റെ മനനമാണ് ഇപ്പോൾ ഇവിടെ പര്യവസാനിക്കാൻ പോകുന്നത്. എൻ്റെ ഈ വിശകലനത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. എല്ലാവർക്കും ഭഗവാന്റെയും ശാരദാമ്മയുടെയും എല്ലാവിധ കൃപാകടാക്ഷങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.